റമദാൻ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളാണ്. റമദാനിന് മുമ്പ് ശുദ്ധീകരിക്കപ്പെടണം. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും നന്നായി അറിയുന്ന ആൾ ഞാനാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും നന്നായി അറിയുന്ന ആളുകൾ നിങ്ങളാണ്. നമുക്കറിയാം നമ്മൾ എവിടെയാണ് വീണു പോകുന്നത്, നമ്മുടെ വീഴ്ചകളും ദൗർബല്യങ്ങളും എന്താണെന്ന് നമുക്കറിയാം. അപ്പം എത്ര എളുപ്പമാണ് നമുക്ക് നമ്മളെ ശുദ്ധീകരിക്കാൻ. എവരി വൺ ഈസ് ഹിസ് ഓൺ പ്രീസ്റ്റ് എന്ന് പറയാറുണ്ടല്ലോ. ഓരോരുത്തരും അവനവൻ്റെ പുരോഹിതനാണ് എന്ന്. ഞാനിത് തെറ്റ് ചെയ്യുമ്പോൾ പുറത്തു നിന്നൊരാളല്ല എന്നോട് ചെയ്യരുതെന്ന് പറയേണ്ടത്, എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ പറയണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ ഉള്ളിലെ ഇന്ധനം. ആ ഇന്ധനത്തിൻ്റെ പരിപോഷിപ്പിക്കലിൻ്റെ കാലമാണ് റമദാൻ എന്നത്. ശഅബാനിലുള്ള അതേ ആൾ തന്നെ ആകരുത് ശവ്വാലിലും ഉള്ളത്. ശഅബാനിലും ശവ്വാലിനും ഇടയിൽ വന്നു പോകുന്ന റമദാനിൻ്റെ നമ്മളെ ശുദ്ധീകരിക്കണം. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത കർമ്മങ്ങളല്ലേ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളല്ലേ, അല്ലാതെ എന്താണ്? അപ്പൊ ചെറിയൊരു ആയുസ്സിന് വലിയൊരു ആയുസ്സാക്കി മാറ്റുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. ഉമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ളതൊക്കെ പാലാണ്. അവൻ എന്തിനും പോയിട്ട് തൊടും, തീയിൽ പോയിട്ട് തൊടും. കാരണം അവൻ വിചാരിക്കുന്നത് പാല് പോലെ എന്തോ ആണെന്നാണ്. അവനെല്ലാം പാലായിട്ടാണ് തോന്നുന്നത്. കുറച്ച് പ്രായം കഴിഞ്ഞ് കളികൾ തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കുന്നത് എല്ലാം കളിക്കോപ്പുകളാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിൽ അവൻ പോയിട്ട് പിടിക്കണം. അവൻ വിചാരിച്ചത് കളിക്കോപ്പാണ് എന്നാണ്. പക്ഷെ അവന് മനസ്സിലായി അത് തീയാണ് എന്നും ചൂടാണ് എന്നും അപകടമാണ് എന്നും. ആയുസ് പെരുകുമ്പോൾ അറിവും പെരുകുന്നു. ആ കുട്ടി വളരുന്നതിനനുസരിച്ച് അവൻ്റെ അറിവുകളും അവൻ്റെ അവബോധങ്ങളും വളരുന്നുണ്ട്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നിട്ട് വരുമ്പോഴുള്ള ശുദ്ധി പതുക്കെ പതുക്കെ ഇല്ലാതെയാകുന്നത് അങ്ങനെയാണ്. ശരിയും തെറ്റും അറിയാത്തൊരു കാലത്ത് നമ്മൾ ശരി മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ശരിയും തെറ്റും അറിഞ്ഞു തുടങ്ങുന്ന കാലം മുതൽ നമ്മൾ ശരിയും തെറ്റും ചെയ്യാൻ തുടങ്ങുന്നു. ഇത് മനുഷ്യായുസ്സിന്റെ വളരെ വിസ്മയകരമായൊരു കാര്യമാണ്. മൂല്യങ്ങളിലേക്ക്, ശരികളിലേക്ക്, ഉള്ളിലെ നന്മയിലേക്ക് ദീന് നമ്മളെ ക്ഷണിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ കൊണ്ട് ചെയ്തതാണ്. അവരുടെ ഉള്ളിൽ അല്ലാഹ് എന്നൊരു പേടി ഉണ്ടാക്കിയിരുന്നു. അതിനേക്കാൾ വലിയൊരു പേടിയൊന്നുമില്ല. ആ അല്ലാഹ് തരുന്ന ഉൾക്കരുത്തിനേക്കാൾ വലിയൊരു ഉൾക്കരുത്തുമില്ല. ആ അല്ലാഹു എന്ന ഒരു ജാഗ്രതയേക്കാൾ വലിയ ഒരു ജാഗ്രതയുമില്ല. റസൂൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് അതാണ്. റസൂലിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ ഓടി വരുന്നു. നമ്മൾ കേട്ട സംഭവമായിരുന്നു. ആ സ്ത്രീ ഉറക്കെ വിളിച്ചു പറയണത് റസൂലെ എന്നെ ശുദ്ധീകരിക്കണമെന്നാണ്. തുഖിർനി യാ റസൂലല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണോ എന്താണ് കാര്യം? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഞാനിത് തെറ്റ് ചെയ്തു റസൂലെ, ഒരു അന്യ പുരുഷനുമായിട്ട് ശരീര സമ്പർക്കത്തിൽ പെട്ടുപോയി റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം. കാര്യം അതാണ്. റസൂൽ അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചു. ഒരു സ്പർശക്കല്ലേ ഉള്ളൂ, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ശിക്ഷ വേണ്ട. സ്ത്രീ വിട്ടില്ല. റസൂലിനോട് പിന്നെ അവർ പറയണം, അല്ല റസൂലെ ശിക്ഷ വേണം. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? റസൂൽ അങ്ങനെ പറയും. കാരണം റസൂൽ അത് കണ്ടിട്ടില്ല. എൻ്റെ ഭർത്താവ് കണ്ടിട്ടില്ല, എൻ്റെ ഉമ്മയോ എൻ്റെ ഉപ്പയോ എൻ്റെ മക്കളോ, ഈ ലോകത്ത് ഞാനും അയാളുമില്ലാതെ വേറൊരു മനുഷ്യനും അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു അള്ളാഹു ഇല്ലേ, ആ അള്ളാഹു കണ്ടിട്ടുണ്ട്. ഇതായിരുന്നു അവരുടെ മറുപടി. ശിക്ഷ ഏറ്റുവാങ്ങാണ് അവർ. ശിക്ഷ നടപ്പിലാക്കുന്നു. കല്ലെറിഞ്ഞ് കൊല്ലുക എന്നതാണ് ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമം. ഒരു കല്ല് അവരുടെ ശരീരത്തിൽ തട്ടിയിട്ട് ചെറിയൊരു ചോരത്തുള്ളി അലി റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിൽ വന്ന് പതിച്ചു എന്ന് പറയുന്നു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ എന്തോ ഒരു ശാപവാക്ക് കൊണ്ട് ആക്ഷേപിച്ചു. ഇത് കേട്ടു സ്നേഹത്തിന്റെ മഹാസാഗരം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യപ്പെട്ടു. അലി അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ലോകത്ത് ചെയ്ത ഒരു തെറ്റിന് ഈ ലോകത്തിൽ നിന്ന് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങുന്നൊരു സ്ത്രീയാണത്. അവർക്ക് അള്ളാഹിന്റെ അടുത്ത് ശിക്ഷ ഇല്ലല്ലേ.
ശിക്ഷ ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് പരിതപിച്ച് പശ്ചാത്തപിച്ച് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവളാണ് അവൾ. ആ സ്ത്രീ ചെയ്തൊരു തൗബയുണ്ടല്ലോ, മക്കയിലും മദീനയിലുമുള്ള എല്ലാ മനുഷ്യന്മാർക്ക് വിതരണം ചെയ്താലും പിന്നെയും അത് ബാക്കി ഉണ്ടാകും അലി. ആ സ്ത്രീക്ക് വേണ്ടി അവിടെ നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിഞ്ഞു പോയത് എന്ന് ആ ചരിത്രം പൂർത്തീകരിക്കുന്നു. ഒരു പോലീസിനെയും അവർ പേടിച്ചില്ല, ഒരു പട്ടാളത്തെയും പേടിച്ചില്ല. പിന്നെ പേടിച്ചതാരെയാണ്? കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഉൾഭയം കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ പോലും നിയന്ത്രിക്കപ്പെടുന്നു. ഇതിനേക്കാൾ വലിയൊരു മഹാത്ഭുതം മറ്റൊന്നുണ്ടോ? അതുകൊണ്ടല്ലേ അള്ളാഹുവിനെ അദൃശ്യമായി ഭയക്കുന്നവർ എന്ന് പ്രത്യേകമായി ഖുർആൻ എടുത്തു പറയണേ. നേരത്തെ ഇവിടെ ഓതി വെച്ചല്ലോ. അത് ഒരു ചിത്രമില്ല, ഒരു ശില്പമല്ല, സങ്കല്പിക്കാനൊരു രൂപം പോലും ഇല്ല. എന്നിട്ടും അവർ അള്ളാഹനെ പേടിക്കുന്നു. അവരുടെ വാക്കുകളിൽ, അവരുടെ നോക്കുകളിൽ, അവരുടെ ബന്ധങ്ങളിൽ, അവരുടെ കർമ്മങ്ങളിൽ അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്. അത് അള്ളാഹു. ഒരു ചിത്രം അവരുടെ കയ്യിലില്ല, ഒരു രൂപവും സങ്കല്പിക്കുവാനില്ല. എന്നിട്ടും അവർ പേടിക്കുന്നു ആ അള്ളാഹുവിനെ. ഇതാണ് ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. മാറുകയായിരുന്നു. അവരുടെ ഉള്ളു മാറിയപ്പോൾ അവരുടെ പുറത്തും മാറി. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് സംസ്കരണ പ്രക്രിയ വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. പുറത്തുള്ള ഏതാനും പ്രവർത്തനങ്ങളല്ല, ഉള്ളിലായിരുന്നു. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അടിമത്തങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി. പലതരത്തിലുള്ള അഭിനിവേശങ്ങളുണ്ടായിരുന്നു. ആ അഭിനിവേശങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. അവരെ ശുദ്ധമായൊരു പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതൊരു വല്ലാത്ത തിരിഞ്ഞു നടത്തം തന്നെയായിരുന്നു. മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കലാകാരനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി പറഞ്ഞ ഒരു സംഭവം വല്ലാതെ നെഞ്ചിൽ തൊട്ടു. അദ്ദേഹം ജീവിച്ച ഫീൽഡ് അത്ര നല്ലൊരു ഫീൽഡൊന്നും ആയിരുന്നില്ല, അഭിനയമായിരുന്നു. പ്രശസ്തനായൊരു അഭിനേതാവായിരുന്നു. അദ്ദേഹം മരിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുറി വീട്ടുകാർ വൃത്തിയാക്കുകയും അടുക്കി വെക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അലമാരയിൽ വളരെ സ്വകാര്യമായ ഒരിടം, അദ്ദേഹത്തിൻ്റെ പണവും വളരെ പ്രധാനപ്പെട്ട രേഖകളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ചെറിയ അറയുണ്ട്. ആ അറ ഇവർ പരിശോധിക്കുന്ന സമയത്താണ് ഇവരത് കണ്ടത്. എന്ത്? പത്രത്തിൽ നിന്നുള്ള കുറേ പേപ്പറുകൾ, പേജുകൾ ഇദ്ദേഹം സൂക്ഷിച്ചെടുത്തിട്ടുണ്ട്. ആ പേജുകൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അത് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കുറേ ആളുകളുടെ പരസ്യം വരാറുണ്ടല്ലോ. ഇവരെ സഹായിക്കണം, വീടിന്, ചികിത്സയ്ക്ക് ഒക്കെ വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ. ഈ പരസ്യങ്ങളൊക്കെ ഈ മനുഷ്യന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ കൂടെ കുറേ മണി ഓർഡർ റെസിപ്റ്റുകളുമുണ്ട്. കാര്യം ഇതാണ്, ആ അഡ്രസ്സിലേക്കെല്ലാം ഇദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ഇദ്ദേഹം അയച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയോ കാലമായി അള്ളാഹിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് പലപ്പോഴും അതൊരു വാർത്ത മാത്രമാണ്. പക്ഷെ ആ മനുഷ്യൻ ചെയ്യുന്നത് വലിയൊരു കർമ്മമാണ്. ആലോചിക്കേണ്ട കാര്യം ഇതാണ്, അദ്ദേഹത്തിൻ്റെ മക്കളുടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ, കുടുംബങ്ങളുടെ, ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ ആ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മയുടെ രൂപം എന്താണ്? മറ്റൊന്നാണ്. ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ സംഭവം കേട്ടു. ചെറിയ പെണ്ണാണ്. അവൾക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അദ്ദേഹത്തിന്റെ മരണം അവളെ വല്ലാതെ തകർത്ത് കളഞ്ഞു. വിഷാദത്തോളം എത്തി അവളുടെ, വിഷാദ രോഗത്തോളം എത്തി അവളുടെ സങ്കടം. കുറെ ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വസ്ത്രവും അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളും ഒക്കെ കൂട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോഴാണ് ആ വീട്ടിലേക്ക് ഒരു കത്ത് വരുന്നത്. കത്ത് ഭർത്താവിനുള്ളതാണ്. അവൾ പൊട്ടിച്ച് വായിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി. ഭർത്താവിനൊരു രഹസ്യബന്ധമുണ്ട്. സ്വാഭാവികമായും ഈ വാർത്ത അവളെ വല്ലാതെ തകർത്ത് കളയും. പക്ഷേ അവളെ അതൊട്ടും തകർത്ത് കളഞ്ഞില്ല.
അവരുടെ മനസ്സിൽ വെറുപ്പായിരുന്നു. ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ഖബറിന്റെ മുകളിൽ ഒരു മരക്കുരിശ് പാകാറുണ്ട്. അവൾ ആ ഖബറിടത്തിലേക്ക് ചെന്ന് ആ മരക്കുരിശ് പൊട്ടിച്ചു കൊണ്ടുവന്ന് മുറ്റത്തേക്കിട്ട് അദ്ദേഹം ഉപയോഗിച്ച അവസാന വസ്തു വരെയും മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് കത്തിച്ചു കളഞ്ഞ് അവൾ അലറി വിളിച്ചു പറഞ്ഞു, എന്നെ പറ്റിക്കായിരുന്നു അല്ലേ, എൻ്റെ കൂടെ ജീവിച്ച് കൂടെ കഴിഞ്ഞ് അഭിനയിച്ച് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ. ഇതാണ് അവൾ വിളിച്ചു പറയുന്നത്. ഈ രണ്ട് മനുഷ്യര് നമ്മുടെ ഓർമ്മയിൽ ആദ്യം ഉണ്ടാകട്ടെ. വിഷയം ഇതാണ്, നമ്മുടെ കൂടെയുള്ള എല്ലാ മനുഷ്യരും നമ്മളെ പാറ്റി നോക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഈ ജീവിതം നമ്മൾക്ക് തന്നവൻ നമ്മളെ പാറ്റി നോക്കുന്ന ഒരു ദിവസമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു പേരുണ്ട്, അള്ളാഹു വിളിക്കുന്ന ഒരു അപരാഭിധാനമുണ്ട്. അതെന്താണ്? ഖലീലുല്ലാ എന്നാണ്. അള്ളാഹിന്റെ ചങ്ങാതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരായുസ്സിന് അള്ളാഹു കൊടുത്ത മാർക്കാണത്. വെറുതെ കിട്ടൂലല്ലോ. ഒരായുസ്സിന്, പ്രവാചകനാണ്, ഒരായുസ്സിന് അള്ളാഹു കൊടുത്ത മാർക്കാണ് ഖലീലുള്ള. നമ്മുടെ മാർക്ക് എന്തായിരിക്കും? പറയുന്ന ആളും കേൾക്കുന്ന ആളുകളും എപ്പോഴും നമ്മുടെ ഉള്ളിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. അതേ ചോദ്യമാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്, നമ്മോട് ഉയർത്തിയത്. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. അർത്ഥം പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് പരിചിതമാണ് ആ വചനം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായി രുചിച്ചത് ഒരു തുള്ളി മുലപ്പാലായിരുന്നു. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഒരു ദിവസം പോകും. ആ പോകുന്ന ദിവസം അവസാനമായി നമ്മൾ രുചിക്കുന്നത് ഒരു തുള്ളി വെള്ളവുമാണ്. മുലപ്പാൽ എന്ന തുള്ളിക്കും ആ ജീവജലമാകുന്ന തുള്ളിക്കുമിടയിലുള്ള ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ പേരാണ് നമ്മുടെ ജീവിതം. 10-30,000 ദിവസങ്ങളുടെ ഒരു കേസുകെട്ടാണ്. അത്രയേ ഉള്ളൂ. എണ്ണി നോക്കിയാൽ തീരാവുന്ന അത്രയും ചെറുതാണ്. ജനനമെന്ന വാതിലിലൂടെ വന്ന് മരണമെന്ന മറ്റൊരു വാതിലിലൂടെ തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ശ്വാസമാണ്. ശരി, പക്ഷെ ഈ ആയുസ്സിനെ മനോഹരമാക്കി നിലനിർത്തുന്നത് എന്താണ്? ചെറുതാണ്. പക്ഷെ ഇതിനെ വലുതാക്കുന്നത് എന്താണ്? നമ്മുടെ കർമ്മങ്ങളാണ്, അല്ലാതെ മറ്റെന്താണ്? ഏത് യാത്രയെക്കാളും പ്രധാനമാണ് അവനവനിലേക്കുള്ള യാത്രയെന്ന് ഏറ്റവും മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ആ ജീവിതം തന്നെയാണ് അവനവനിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും മനോഹരമായ ഉദാഹരണം. ആരായിരുന്നു ഉമർ എന്ന് പറയേണ്ട കാര്യമില്ല, പക്ഷെ ആരായിത്തീർന്നു ഉമർ എന്ന് പിന്നെയും പിന്നെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്നറിയോ? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹാബിമാരായ ഉമ്മമാർ, സഹാബികളായ ഉമ്മമാർ മക്കൾക്ക് ഖുർആനും ഹദീസും പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഉമറിനെ കുറിച്ചും അബൂബക്കറിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഖുർആനും ഹദീസും പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഉമറിനെ കുറിച്ചും അബൂബക്കറിനെ കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ട്? അത്രയും ഉണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട്. ഒരു മനുഷ്യന്റെ മാറ്റമാണ്. ആശയങ്ങൾ, ആദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പുസ്തകങ്ങളിൽ കിടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് മനുഷ്യനെ സ്വാധീനിക്കണം. ആ മനുഷ്യൻ മാറുന്നു. അയാളുടെ ഉള്ളും പുറവും മാറുന്നു. അയാളുടെ വാക്കും കർമ്മങ്ങളും വിചാരങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നു. അയാൾ മറ്റൊരാളായി മാറുന്നു. മറ്റൊരു ജീവിതം സാധ്യമാണ് എന്ന് പിന്നീടുള്ള ആയുസ് കൊണ്ട് അദ്ദേഹം തെളിയിക്കുന്നു. അല്ലെ? മറ്റൊരു ജീവിതവും സാധ്യമാണ് എന്ന് പിന്നീടുള്ള ആയുസ് കൊണ്ട് തെളിയിക്കുന്നു. അതല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത്? പാതിരാവുകളെ 3 തിരിച്ചിരുന്നു എന്ന്. കുറച്ച് സമയം ഉറങ്ങും, പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കും, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. നാടറിയാൻ, നാടിനെ അറിയാൻ, പ്രശ്നങ്ങളെ അറിയാൻ പകൽ അദ്ദേഹത്തിന് സമയമല്ല. അത്രയും വിസ്തൃതമായ ഒരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹം ആ ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ട് സഹാബികൾ മത്സരിച്ചിരുന്നു എന്നാണ്.
കാരണം എന്താണെന്നറിയോ? ജീവിതാനുഭവങ്ങളുടെ കരുത്ത് പകരുന്ന യാത്രയായിരുന്നു അത്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അസ്ലം റളിയല്ലാഹു അൻഹു. അവർ രണ്ടുപേരും ഇങ്ങനെ രാത്രി നടക്കുന്നു. കുറച്ച് ദൂരെ ഒരു ചെറിയ വെളിച്ചം കാണുന്നു, ഒരു കുടിൽ. അസ്സലാമു അലൈക്കും, സലാം അടക്കുന്നില്ല. പിന്നെയും സലാം ആവർത്തിച്ചു. മൂന്നാമത്തെ തവണ സലാം പറഞ്ഞപ്പോഴാണ് സലാം അടക്കിയിട്ടൊരു ഉമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ ഉമ്മ കരയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി അവർ കരയുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഉമ്മ കരയുന്നത്? അവർ മറുപടി പറയണില്ലേ. പിന്നെയും പിന്നെയും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മക്കൾ കരയുന്നത് കൊണ്ട് കരയാണ്. എന്തിനാ മക്കൾ കരയുന്നത്? മക്കൾ കരയണ വിശന്നിട്ടാണ്. വിശന്നിട്ടോ? അപ്പൊ ഇവിടെ ഭക്ഷണമൊന്നുമില്ലേ ഉമ്മ? ഇല്ല, ഭക്ഷണമില്ലേ. ഇന്നൊന്നും കഴിച്ചിട്ടില്ലേ ഉമ്മയുടെ മക്കള്? ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. അവര് കരഞ്ഞു കരഞ്ഞുറങ്ങി. അവരുറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനും കരയാൻ തുടങ്ങി. ഇത് കേട്ടപാട് കൂടെയുണ്ടായിരുന്ന സ്വഹാബി അവിടെ നിർത്തിയിട്ട് ആ നാടിന്റെ ഭരണാധികാരി വീട്ടിലേക്ക് തിരിച്ചുപോയി. കുറച്ച് ആട്ടപ്പൊടിയും ചപ്പാത്തി ചുടുന്ന കല്ലും കുറച്ച് നെയ്യും എടുത്തിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങോട്ടാണ് പിന്നെയും പോണത്? അപ്പൊ നിങ്ങൾ മടങ്ങി വന്നല്ലേ, ഇനിയും പോവാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പോവാണ്. ഇങ്ങനെ ഒരു ഉമ്മയെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇത്രയും സമയമായിട്ട് അവരൊന്നും കഴിച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. നീ എൻ്റെ കൂടെ വരുന്നോ? സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു. നീ എൻ്റെ കൂടെ വരുന്നോ? സ്വർഗം കിട്ടും. നീ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ. സ്വർഗമെന്ന് കേട്ടതോടുകൂടി പ്രിയങ്കരിയായ പ്രിയതമ ഭർത്താവിന്റെ കൂടെ ഇറങ്ങുന്നു. അവർ രണ്ടുപേരും ആ ഉമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു. ആ ഉമ്മയുടെ കുറച്ച് സമയം അടുക്കളയിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നു. ആ നാടിന്റെ ഭരണാധികാരിയും ഭരണാധികാരിയുടെ ഭാര്യയും ആ അടുക്കളയിലേക്ക് കയറിയിട്ട് ചപ്പാത്തി ചുട്ട് നെയ്യ് പുരട്ടി ആ പാവ ഉമ്മയ്ക്കും പിഞ്ചു മക്കൾക്കും അത് വിളമ്പിക്കൊടുത്ത് ആർത്തിയുടെ ആനന്ദത്തോടെ അത് കഴിക്കുന്നത് കണ്ട് തിരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്നാമതായി പറഞ്ഞു, ഞാൻ ഈ ചെയ്തു തന്ന കാര്യം നിങ്ങളൊരാളോട് പറയരുത് കേട്ടോ, എനിക്കത് പൊരുത്തമില്ലാത്ത കാര്യമാണ്. രണ്ടാമതായി പറഞ്ഞു, ഞാൻ ഈ ചെയ്തു തന്ന കാര്യം നിങ്ങളൊരാളോട് പറയണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, അവനോട് പറയണം. കാരണം ഒരുപാട് തെറ്റ് ചെയ്ത ഒരാളാണ് ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ഈ സഹോദരൻ എന്ന് പറഞ്ഞ ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയണേ, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിന്റെ ഭരണാധികാരികളാകേണ്ടത്. ആ നാടിന്റെ ഭരണാധികാരി തന്നെയാണ് പാതിരാവിലെ ആ വീട്ടിലേക്ക് കയറി വന്ന് ചപ്പാത്തി ചുട്ട് തിരിച്ചു പോകുന്നത് എന്ന് ആ ഉമ്മക്ക് മനസ്സിലായിട്ടില്ല. പരിചയപ്പെടുത്താൻ നിന്നില്ല ഉമർ. അടുത്ത സാധുവിനെ തേടി പോവുകയായിരുന്നു ആ ജീവിതം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു, പേരക്കുട്ടി. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. പേരക്കുട്ടിയുടെ പേര് അലി എന്ന് തന്നെയാണ്. പക്ഷെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചത് സജ്ജാദ് എന്നായിരുന്നു, സൈനുൽ ആബിദീൻ എന്നായിരുന്നു. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അപരനാമങ്ങൾ. അത്രയും ഇബാദത്തുകളിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം മരിച്ചു. മരിച്ച ദിവസം അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിക്കണം, ഭാര്യയും മക്കളും. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു ചെറിയ തഴമ്പ് കാണുന്നത്. വലിയ തഴമ്പൊന്നുമല്ല, എന്തോ ഏറ്റിയത് പോലുള്ള ഒരു തഴമ്പാണ്. അദ്ദേഹത്തിനൊന്നും ഏറ്റേണ്ടി വന്നിട്ടില്ല. ഒരു കച്ചവടമാണ് അദ്ദേഹത്തിന്, ജോലിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് പിന്നെ ഏറ്റിയത്? വാപ്പ. ഉമ്മക്കറിയില്ല. ഉമ്മ മക്കളോട് ചോദിച്ചു, മക്കൾക്ക് അറിയില്ല, ആർക്കും അറിയില്ല, ആ നാട്ടിൽ ആർക്കും അറിയില്ല. അദ്ദേഹത്തെ മറവ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ നാടിന്റെ അടുത്തുള്ള സമീപത്തുള്ള ഒരു ചെറിയ ചേരി പ്രദേശം പോലെ 10-ൽ താഴെ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ ഏരിയ. അവിടുന്ന് ആളുകൾ വന്നിട്ട് യാചിക്കാൻ തുടങ്ങുന്നു, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങളെ സഹായിക്കണമെന്ന്. അപ്പൊ ഇവര് ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം തന്നത്? അപ്പൊ അവര് പറഞ്ഞു, എല്ലാ ശനിയാഴ്ചയും രാത്രി ഞങ്ങളുടെ വീടിന്റെ പടിക്കല് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം എത്താറുണ്ട്. അതാരായിരുന്നു കൊണ്ടുവന്ന് വെക്കാറുള്ളത്? അവർക്കറിയില്ല അതാരായിരുന്നു. ഒരിക്കൽ പോലും മുഖം കാണിച്ച് തന്നിട്ടില്ല മനുഷ്യൻ. കുറച്ച് ദിവസമായിട്ട് വരാറില്ല എന്ന് പറഞ്ഞു. ആ തഴമ്പേരുന്നത് ഓർക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ എപ്പോഴും മറച്ചു വെക്കുന്നത് നമ്മുടെ തിന്മകളായിരിക്കും. വലിയ വലിയ മനുഷ്യന്മാര് മറച്ചു വെച്ചിരുന്നത് അവരുടെ നന്മകളായിരുന്നു. ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്. ഒരു നന്മ ചെയ്യുമ്പോൾ ഭാര്യ അറിയരുത്, മക്കൾ അറിയരുത് എന്നല്ല റസൂല് പറഞ്ഞത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നാണ്. ഭാര്യ അറിയരുത്, മക്കൾ അറിയരുത്,
നാട്ടുകാരറിയരുത് എന്നല്ല. എത്ര കാവ്യാത്മകമാണ് ആ പ്രയോഗം എന്നാലോചിച്ച് നോക്കൂ. വലം കൈ ചെയ്യണത് ഇടം കൈ അറിയരുത്. ശരി, ഇങ്ങനെ അവനവന്റെ കേടുകൾ തേടിയുള്ള ഒരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടി എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ അത്രയും ഊക്കിലും ഉണർവിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സ്വയം വിലയിരുത്താത്ത ജീവിതം ജീവിതയോഗ്യമല്ല എന്ന് പറഞ്ഞത് സോക്രട്ടീസാണ്. ആൻ അൺഎക്സാമിൻഡ് ലൈഫ് ഇറ്റ് ഇസ് നോട്ട് വർത്തി ലിവിങ്. സ്വയം വിലയിരുത്താത്തൊരു ജീവിതം അത് ജീവിതയോഗ്യമല്ല. അവനവന്റെ കേടുകൾ തേടി ഒരാൾ സഞ്ചരിക്കുന്നില്ലെങ്കിൽ അയാൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടും കാര്യമില്ല. ലോകം മുഴുവനും കീഴടക്കുന്നതിനേക്കാൾ വലുതാണ് അവനവനിലേക്ക് ഒരു ഇഞ്ചിറങ്ങേണ്ടത് എന്ന് റിൽക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇത് ഖുർആൻ നമ്മളെ നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നു. കഥകൾ പറഞ്ഞ്, ഉപമകൾ പറഞ്ഞ്, ചരിത്രം പറഞ്ഞ് നമ്മളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിലേക്കൊന്ന് തിരിഞ്ഞ് നിർത്തുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ശരി, പൗലോ കൊയ്ലോയുടെ വളരെ പ്രസിദ്ധമായൊരു നോവലില് അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ വരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഗുരു അവന് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവനോട് പറഞ്ഞു, നീ ഈ നാട്ടിലെ അങ്ങാടിയൊക്കെ ഒന്ന് പോയിട്ട് കണ്ടുപോവാ, ടൗണൊക്കെ ഒന്ന് പോയിട്ട് കണ്ടുപോവാ. അപ്പോൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഗുരു അവൻ്റെ കയ്യിൽ ഒരു സ്പൂണ് കൊടുത്തു. ആ സ്പൂണിൽ എണ്ണ നിറച്ചൊരു സ്പൂൺ അവൻ്റെ കൈ കൊടുത്തു. ശ്രദ്ധിക്കണേ എന്ന് പറയും. ആ സ്പൂണിൽ നിറച്ച എണ്ണയുമായിട്ടാണ് ഇവന് ടൗണ് കാണാൻ പോകുന്നത്. അങ്ങനെ ടൗണൊക്കെ കണ്ട് അവൻ തിരിച്ചു വന്നു. ഗുരു ചോദിച്ചു, എങ്ങനെയുണ്ട്? നല്ല ടൗണാണ്, നല്ല കാഴ്ചകളാണ്. ശരി, നിന്റെ സ്പൂണിലെ എണ്ണ എവിടെ? അത് കാണാനില്ല. കാഴ്ചകൾ കാണുന്നതിനിടയിൽ അതെവിടെയോ തുളുമ്പിപ്പോയിരിക്കണം. പിറ്റേ ദിവസവും അവന് ചാൻസ് കൊടുത്തു ഇതുപോലെ തന്നെ. അവൻ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്ന് ഗുരു ചോദിച്ചു, എങ്ങനെയുണ്ട്? എണ്ണ പോയിട്ടില്ല. എണ്ണ അവന്റെ കയ്യിൽ തന്നെയുണ്ട്, ഒരു തുള്ളി പോലും തെറിച്ചു പോയിട്ടില്ല. പക്ഷെ അവൻ കാഴ്ചകളൊന്നും കണ്ടില്ല. കാഴ്ചകൾ കണ്ടപ്പോൾ എണ്ണ ശ്രദ്ധിക്കാൻ അവന് പറ്റിയില്ല. എണ്ണ ശ്രദ്ധിച്ചപ്പോഴോ കാഴ്ചകൾ കാണാനും അവന് പറ്റിയില്ല. അപ്പൊ ഗുരു അവന് ഏറ്റവും വലിയൊരു ജീവിത പാഠം പറഞ്ഞു കൊടുത്തു. നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, എന്ത് വേണമെങ്കിലും കണ്ടോ, പക്ഷെ ഉള്ളിലൊരു എണ്ണയുണ്ട്, അത് കളയാതെ സൂക്ഷിക്കണം. ഉള്ളിലൊരു ഇന്ധനമുണ്ട്, ആ ഇന്ധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇല്ലേ, ഒരു ഇന്ധനമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ധനമുണ്ട്. തിമിംഗലം എന്ന് പറഞ്ഞാൽ ലോകത്ത് വലിയൊരു ജീവിയാണ്. പക്ഷെ ആ തിമിംഗലത്തിന് ജീവനില്ലെങ്കിലോ? ജീവനില്ലാത്തൊരു തിമിംഗലത്തെ നിങ്ങൾ വലിയൊരു ഒഴുക്കിലേക്ക് വലിച്ചെറിഞ്ഞു നോക്കൂ, ആ ഒഴുക്കിന്റെ കൂടെ അതങ്ങനെ ഒഴുകും. കാരണം അതിന് ജീവനില്ല. എന്നൊരു ചെറിയ പരൽമീന്, ആ പരൽമീനിന് ജീവനുണ്ടെങ്കിൽ അതിനെ ഒഴുക്കിലേക്ക് വലിച്ചെറിഞ്ഞു നോക്കൂ, അത് കഴിയുന്ന വിധത്തിലൊക്കെ തിരിച്ചൊഴുകും. തിരിച്ചൊഴുകണമെങ്കിൽ ജീവൻ വേണം. കൂടെ ഒഴുകാൻ ഏത് ശവത്തെ കൊണ്ടും കഴിയും. എന്നാൽ ഒന്ന് തിരിച്ചൊഴുകണമെന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു ജീവൻ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാലത്തിന്റെ ഒരു ഒഴുക്കിൽ അതിന്റെ കൂടെ എങ്ങനെ ഒഴുകാൻ? പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട, അവിടെ എങ്ങനെ നിന്നെടുത്താൽ മതി. പക്ഷെ ഒന്ന് തിരിച്ചൊഴുകണമെന്നുണ്ടെങ്കിൽ, മറ്റൊരു ജീവിതവും സാധ്യമാണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കണമെങ്കിൽ തീർച്ചയായും ഉള്ളിൽ ആ ഇന്ധനം ആവശ്യമുണ്ട്. ആ ഇന്ധനമാണ് ഖുർആൻ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ആ സമൂഹത്തിന് പകർന്നു കൊടുത്തത്. ആ എണ്ണയാണ്. അവർക്കതില്ലായിരുന്നു. അവർക്ക് അള്ളാഹുവിനെ അറിയായിരുന്നു. പക്ഷെ അവരെ സ്വാധീനിക്കുന്ന അറിവായത് മാറിയിട്ടുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറേബ്യയിലേക്ക് പ്രവാചകരായി നിയോഗിക്കുമ്പോൾ അറേബ്യ മാത്രമല്ല ലോകത്തുള്ളത്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ചൈനയുണ്ട്, പേർഷ്യയുണ്ട്, റോമുണ്ട്, ഇന്ത്യയുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ആ കാലത്തുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളിലേക്കൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പറഞ്ഞയച്ചത്. പിന്നെ എങ്ങോട്ടാണ്? അറേബ്യയിലേക്കാണ്. ചൈനയിൽ അന്ന് സിസേറിയൻ ഓപ്പറേഷൻ വരെ ഉണ്ടെന്ന് പറയുന്നു. സീസർ എന്ന രാജാവ് അങ്ങനെ ജനിച്ചത് കൊണ്ടാണ് അതിന് സിസേറിയൻ എന്ന് പേര് കിട്ടിയത്. ഇന്ത്യയില് BC 5-ാം നൂറ്റാണ്ടിൽ ശുശ്രുതന്റെ കാലത്ത് ശസ്ത്രക്രിയ ഉണ്ട്. എത്ര കാലം മുമ്പാണ്? അത്ര വലിയ വൈദ്യശാസ്ത്രത്തിൽ പുരോഗതിയുള്ള നാടുകളുണ്ട്. നാഗരികമായി, വൈജ്ഞാനികമായി, സൈനികമായി ഒക്കെ വികാസം സിദ്ധിച്ച നാടുകൾ ആ കാലത്തുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പറഞ്ഞയക്കുന്നത്. പിന്നെ ഇങ്ങോട്ടാണ്? അറേബ്യയിലേക്കാണ്. അറേബ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ മരുഭൂമിയാണ്. പിന്നെയോ മരുഭൂമി പോലെ പരന്നു കിടക്കുന്ന കുറേ, വരണ്ട് കിടക്കുന്ന കുറേ മനസ്സുകളുമാണ്. അവിടെ നനവില്ലായിരുന്നു. നമ്മൾ അങ്ങാടിയിൽ പോയിട്ടൊരു കോഴിയെ വാങ്ങിക്കൊണ്ട് അതിനെ അറുക്കുമ്പോൾ ഒരാൾ നമ്മളോട് അത് ചെയ്യരുതെന്ന് പറയൂല.
കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന കോഴിയാണ്. ഇതുപോലെ എനിക്കുണ്ടായൊരു പെൺകുട്ടിയെ ഞാൻ ജീവനോടുകൂടി കുഴിച്ചു മൂടുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാൻ നിയമം ഉണ്ടായിരുന്നില്ല. ഒരാളും വന്നിട്ട് കൈപിടിക്കൂലായിരുന്നു. കാരണം നിയമങ്ങളില്ല. നീതിയോ നിയമമോ ഇല്ലാതിരുന്ന ആ കാട്ടറബി കൂട്ടത്തിന് നിയമം കൊടുക്കുന്നു. പിന്നീട് അവർ നിയമം പാലിക്കുന്ന ഖലീഫമാർ വരെ ആയി എന്നതാണ് ഖുർആന് കൊണ്ടുണ്ടായ മാറ്റത്തിന്റെ ചരിത്രം. അപ്പോ അവരുടെ ഉള്ളിൽ നടത്തിയിട്ടുള്ള ഈ സംസ്കരണ പ്രക്രിയയാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ സംഭവിക്കേണ്ടത്. അത് നമ്മുടെ വിചാരങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ ബന്ധങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ കർമ്മങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ ശീലങ്ങളിൽ ഇടപെടുന്നു. വിശുദ്ധ ഖുർആൻ സൂറ ആല ഇംറാനിലെ സ്വർഗാവകാശികൾ ആരാണ് എന്ന് വിശദീകരിക്കുന്നിടത്താണ് പറഞ്ഞത് അവർക്ക് തെറ്റായ ശീലങ്ങളില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്, വലം യസിറു അലാ മാ ഫഅലു. വലം യസിറു അലാ മാ ഫഅലു എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായാൽ പിന്നെ അവരത് ചെയ്യൂല എന്നാണ്. പിന്നെയും അത് ചെയ്താലാണ് അതിന്റെ പേരെന്ത്? ദുശീലം. അപ്പൊ തെറ്റായ ശീലങ്ങളില്ലാത്തവരാണ് സ്വർഗാവകാശികൾ എന്ന് പറയുന്നത്. എത്ര ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികളും ഒരു താഴ്വരയിൽ വിശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് ഭക്ഷണം വേണം. ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ വിറക് വേണം. അപ്പൊ റസൂൽ എല്ലാവരോടും പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും പോയിട്ട് വിറക് കൊണ്ടുവരാം. നിങ്ങൾ എല്ലാവരും പോയി വിറക് കൊണ്ടുവരൂ എന്നല്ല പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും പോയി വിറക് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. ലീഡറാണ്, ബോസ് അല്ല. അങ്ങനെ എല്ലാവരും പോയിട്ട് വിറക് കൊണ്ടുവരുന്നു. റസൂൽ അവരോട് പറഞ്ഞിരുന്നു, എന്ത് കിട്ടിയാലും നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. ഒരു എല്ലിന്റെ കഷ്ണമാണെങ്കിലും ഒരു പല്ലിന്റെ കഷ്ണമാണെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ എല്ലാ ആളുകളും അവർക്ക് കിട്ടിയത് കൊണ്ടുവരുന്നു. പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഒരു കമ്പ്, ഒരു എല്ലിൻ കഷ്ണം, ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും കൊണ്ടുവന്ന് റസൂലിന്റെ മുന്നിൽ ഓരോന്നോരോന്നായി വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു കൂമ്പാരമായി മാറി. അപ്പോൾ ആ ചെറിയ കൂമ്പാരത്തെ ചൂണ്ടിയിട്ട് ലോകം കണ്ട ഏറ്റവും മഹാനായ ഗുരുനാഥൻ ആ ഗുരുനാഥന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ തിന്മകൾ വലിയ തിന്മകളായി മാറുന്നത്. അതൊരു ചെറിയ കമ്പല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷെ ആ ചെറിയ കമ്പുകൾ ഓരോന്നോരോന്നായി കൂടുമ്പോൾ അതൊരു കൂമ്പാരമായി മാറുന്നു. ജീവിതത്തിൽ മറക്കുമോ അവരത്? മറക്കൂല. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചെറിയ ചെറിയ മണൽത്തരികളാണ് പർവ്വതമാകുന്നത്. പർവ്വതം വലുതാണ്, പക്ഷെ അടുത്തേക്ക് ചെന്ന് നോക്കിയാൽ എന്താണ്? ചെറിയ ചെറിയ മണൽത്തരികളാണ്. അങ്ങനെയാണെങ്കിൽ സത്യവിശ്വാസം എന്ന നമ്മുടെ ഒരു ശരീരത്തെ കാർന്നു തിന്നുന്നത് എന്താണ്? വലിയ തിന്മകളാകുമോ? അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ അള്ളാഹുവിനോടല്ലാതെ വേറൊരാളോടും പ്രാർത്ഥിക്കൂല. ജീവിതത്തിൽ എത്ര വിഷമങ്ങൾ വന്നാലും സങ്കടങ്ങൾ വന്നാലും എത്രമേൽ വലിയ പ്രതിസന്ധികൾ വന്നു വീണാലും നമ്മൾ അള്ളാഹിനോടല്ലാതെ വേറൊരാളോടും പ്രാർത്ഥിക്കൂല. കാരണം നമ്മൾക്കറിയാം അള്ളാഹുവാണ് ഇലാഹ് എന്ന്. എന്നാൽ അള്ളാഹു ഇലാഹ് മാത്രമാണോ? അല്ലല്ലോ. അള്ളാഹു ബഷീർ അല്ലേ? അള്ളാഹു ഖബീർ അല്ലേ? അള്ളാഹു ലബിൽ മിർസാദ് അല്ലേ? അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന ഓർമ്മ നമ്മളെ കൊണ്ട് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റുന്നു നമ്മളെ. എന്നാൽ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാള് നുണ പറയുന്നു, ആകെ യാതൊരു മടിയില്ല. അയാളുടെ കീശയിൽ ഹറാമായ പൈസ കിടക്കണു, അത് സൂക്ഷിക്കാൻ അയാൾക്ക് യാതൊരു മടിയില്ല. അയാളുടെ അക്കൗണ്ടിൽ എത്രയോ ഹറാമായ സമ്പാദ്യമുണ്ട്, അയാൾക്ക് യാതൊരു മടിയില്ല. അയാൾ ആളുകളോടൊന്നും പുഞ്ചിരിക്കണില്ല, സന്തോഷത്തോടു കൂടി വർത്താനം പറയണില്ല. അയാൾ ആളുകളെ പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു, ചതിക്കുന്നു, അയാൾക്ക് യാതൊരു മടിയില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് തിന്മകൾ കടന്നു വരുന്നു? വിഷയം ഇത്രയേ ഉള്ളൂ. അയാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കിയെടുത്ത പ്രശ്നങ്ങളുണ്ട്. അള്ളാഹു ഇലാഹ് മാത്രമല്ല എന്ന് അയാൾക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. അള്ളാഹു ലബിൽ മിർസാദാണ് എന്ന് അയാൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ അയാളുടെ കീശയിൽ ഹറാമായ പൈസ കിടക്കില്ലായിരുന്നു. അള്ളാഹു ഖബീർ ആണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അയാളുടെ വാക്കിൽ കളവ് വരൂലായിരുന്നു. മൂല്യങ്ങൾക്ക്, കൾച്ചർ എന്ന വശത്തിന് അത്ര വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. വിട്ടുവീഴ്ചയില്ലാത്ത പ്രാധാന്യമാണ്.
നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായ ആരാധനാകർമ്മമാണ്, ശരി. പക്ഷെ നിസ്കാരത്തിന് എന്തെല്ലാം ഇളവുകൾ അള്ളാഹു തന്നിട്ടുണ്ട്, എന്തെല്ലാം റിഡക്ഷൻ ഉണ്ട് നിസ്കാരത്തിന്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ കിടന്ന് നിസ്കരിച്ചാൽ മതി, കിടന്നിട്ട് തന്നെ ആംഗ്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് മനസ്സുകൊണ്ടത് ചെയ്താൽ മതി. യാത്രക്കാരനാണോ പിന്നെ നോമ്പ് നോറ്റാൽ മതി. രോഗിയാണോ ഇപ്പൊ വേണ്ട, രോഗം മാറിയിട്ട് നോറ്റാൽ മതി. നോമ്പ് ഒക്കെ ഇളവുണ്ട്. എന്നാൽ കള്ളം പറയുക എന്നുള്ളതിനൊരു ഇളവുണ്ടോ? ആളുകളെ പറ്റിക്കുക എന്നുള്ളതിനൊരു ഇളവുണ്ടോ? ആളുകളെ ചതിക്കുന്നതിന്, വഞ്ചിക്കുന്നതിന്, ആളുകളെ അപഹസിക്കുന്നതിന്, പരിഹസിക്കുന്നതിന് ഉണ്ടോ? മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് കളവ് പറയാൻ പറ്റുമോ? ഒരാളെ ചതിക്കാൻ പറ്റുമോ? വഞ്ചിക്കാൻ പറ്റുമോ? ഓർക്കേണ്ട കാര്യമില്ല. ഇത് കൾച്ചറിന് ഇളവില്ല, മൂല്യങ്ങൾക്ക് ഇളവില്ല. മൂല്യങ്ങളുടെ മനോഹരമായ ജീവിതാവസ്ഥയിലേക്കാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ക്ഷണിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിക്കുന്നു. കാരണം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും കുലീനമായ ആദരവ് എന്ന് പറയുന്നത് അയാളെ മനുഷ്യനായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. ആണ്, പെണ്ണ്, ഹിന്ദു, മുസ്ലിം ഇതൊക്കെ നമ്മൾ വിട്. എന്നിട്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഉദാത്തമായൊരു ലോകവീക്ഷണവും മാനവിക വീക്ഷണവും ഇല്ലേ? അതിലേക്കല്ലേ ഖുർആൻ നമ്മളെ വിളിച്ചത്? അതല്ലേ വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞു. എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. ആരെ? ആ അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരെ പോലും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എത്ര ബഹുമാനിക്കണം മനുഷ്യന്റെ വൈവിധ്യങ്ങളെ, മനുഷ്യന്റെ അഭിപ്രായാന്തരങ്ങളെ, മനുഷ്യന്റെ കാഴ്ചപ്പാടുകളെ ഒക്കെ എത്ര ബഹുമാനിക്കണം അല്ലേ? മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ ആദരിക്കാനും പഠിപ്പിക്കുന്നു. മനുഷ്യർക്കിടയിലെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുന്നു. മുസ്ലിങ്ങളെ കുറിച്ച് പോലും അങ്ങനെ പറയും. എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയാണോ? അല്ല, 3 വിഭാഗമുണ്ട് എന്ന് പറയുന്നത്. വലഖദ് ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ വമിൻഹും ളാലിമുൻ ലിഅൻഫുസിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെ അല്ല, വൈവിധ്യങ്ങളുണ്ട്. ചില ആളുകൾ അക്രമം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്, തെറ്റുകൾ ചെയ്യുന്നു. ചില ആളുകൾ ഒരു ആവറേജ് പക്വതയിൽ ജീവിക്കുന്ന ആളുകളാണ്. മൂന്നാമത്തെ ആളുകളോ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഈ 3 കൂട്ടരും അകത്താണ്, പുറത്തല്ല. എന്തെങ്കിലും ഒരു കാര്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ ആളുകൾ മറ്റൊരാളെ ആക്ഷേപിക്കുന്നു. താടി വെച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ, വസ്ത്രത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളതിന്റെ പേരിലൊക്കെ ആളുകൾ ആക്ഷേപിക്കാൻ പാടുണ്ടോ? സൊഫുകൾ വളരെ അടുത്തടുത്താവണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. എന്നാൽ ഹൃദയങ്ങൾ തമ്മിൽ അകന്നകന്നാകണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടോ? ആളുകളെ തമ്മിൽ അകറ്റാൻ പാടുണ്ടോ? എന്തിന്റെ പേരിലായിരുന്നാലും മനുഷ്യനെ ബഹുമാനിക്കണം എന്ന് ഖുർആൻ പറയുന്നു. എല്ലാ അഭിപ്രായാന്തരങ്ങളുടെയും അപ്പുറത്ത് മുസ്ലിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്ന എന്നല്ലല്ലോ പറഞ്ഞത്. എല്ലാ മനുഷ്യരെയും ബഹുമാനിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ എല്ലാ മനുഷ്യനെയും ബഹുമാനിക്കണം. അയാളുടെ അഭിപ്രായങ്ങളോട് എത്രമേൽ വിട്ടുനിൽക്കാനും അഭിപ്രായാന്തരങ്ങൾ ഉൾക്കൊള്ളാനും പറ്റുമ്പോഴും മനുഷ്യൻ എന്ന നിൽക്ക് അയാൾ ആദരിച്ചേ പറ്റൂ. അയാളുടെ അഭിപ്രായത്തിന്, അയാളുടെ ജീവിത വീക്ഷണത്തിന് അയാൾക്ക് അയാളുടേതായ ന്യായങ്ങളുണ്ട്. അത് അയാളും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ അയാൾ ആദരിക്കാൻ നമുക്ക് ഒരേ ഒരു ന്യായമേ ഉള്ളൂ. അതെന്താണ്? അയാൾ മനുഷ്യനാണ്. ഒരു ഹോട്ടലിലേക്ക് ചെന്നാൽ ഒരാൾ പറയും 2 ചായ, അപ്പൊ മറ്റേയാൾ പറയും എനിക്ക് ചായ പറ്റില്ല, കാപ്പിയേ പറ്റുള്ളൂ. അപ്പൊ പറയുന്ന ഒരു ചായ ഒരു കാപ്പി. ഒരാൾ ചായ കുടിക്കണോ, ഒരാൾ കാപ്പി കുടിക്കണോ, സന്തോഷമായിട്ട് പിരിയണോ, യാതൊരു വഴക്കുമില്ല, വെക്കണമില്ല, ഒന്നുമില്ല. ഈ 2 ആളുകൾ പിന്നെ പോകുന്നത് എങ്ങോട്ടായിരിക്കും? 2 ഓഫീസുകളിലായിരിക്കും. ആ ഓഫീസിൽ ഇരുന്നിട്ട് അവർ ആലോചിക്കണം എന്താണ്? മറ്റുള്ളവനെ എങ്ങനെ നശിപ്പിക്കാന്നാണ്. ഹോട്ടലിൽ ഇരുന്നപ്പോൾ അവർ മിത്രങ്ങളാണ്, അവന്റെ ഓഫീസിലെത്തിയപ്പോഴോ അവർ ശത്രുക്കളുമാണ്. ഹോട്ടലുകൾ നമ്മളെ ഒന്നിപ്പിക്കുകയും നമ്മുടെ ഓഫീസുകൾ നമ്മളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നു. കാതലായ ഒരു പ്രശ്നമാണിതെന്ന് തോന്നുന്നു. ഹോട്ടലുകൾ നമ്മളെ ഒന്നിപ്പിക്കുകയും നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ നമ്മളെ ഒന്നിപ്പിക്കുകയും നമ്മുടെ ഓഫീസുകൾ നമ്മളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നതിന്, പ്രയോഗിക്കുന്നതിന്, അയാളെ ആക്ഷേപിക്കുന്നതിന് വല്ല മടിയുണ്ട്. റസൂൽ പറഞ്ഞതാണ്, വല്ലാത്തൊരു വാക്കാണത്. ഒരാളെ മറ്റൊരാളെ ഒന്ന് ചെറുതായി കാണുന്നത് പോലും പാതകമാണ് എന്നാണ് പറഞ്ഞത്. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു വാക്ക് കൊണ്ട് പോലും ഉപദ്രവിച്ചിട്ടില്ല. ആകെ ചെയ്തത് എന്താണ്? ഒന്ന് ചെറുതായി കണ്ടിട്ടേ ഉള്ളൂ. ഓർമ്മയില്ലേ
അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു നയതന്ത്രപരമായ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ട് ആരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഒരാൾ വന്നു. അതാരായിരുന്നു? കണ്ണ് കാണാത്തൊരു പാവ സ്വഹാബിയായിരുന്നു. അദ്ദേഹത്തിന് അറിവില്ല അവിടെ എന്താ നടക്കുന്നത്. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരുന്നു. റസൂല് സലാമടക്കി അദ്ദേഹത്തെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ റസൂലിനൊരു അനിഷ്ടമുണ്ട്. ആ അനിഷ്ടം വാക്കിക്കൊണ്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആകെ സംഭവിച്ചത് റസൂലിന്റെ നെറ്റി ഒന്ന് ചൊളിഞ്ഞിട്ടേ ഉള്ളൂ. നെറ്റി ചൊളിക്കുക എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ? അബസ എന്നാ പറയാ. ആ പേരിലൊരു വചനമല്ല, ഒരു അധ്യായമാണ്. റസൂലിനെ അള്ളാഹു തിരുത്താണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി ചുളിഞ്ഞ കാര്യം അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം അത് കാണാനുള്ള കണ്ണ് ആ പാവം മനുഷ്യന്. എന്നിട്ടും ഒരു റൂമിൽ അവസാനിക്കുമായിരുന്ന ഒരു കാര്യത്തെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിലേക്ക് അള്ളാഹു എടുത്തുകൊണ്ട് വന്നു. നമ്മൾ ഈ സന്ധ്യയിൽ ഇവിടെ ഇരുന്നിട്ട് പറയുന്നു ആ സംഭവം. അന്ധനായി പോയതുകൊണ്ട്, അനാഥയായി പോയതുകൊണ്ട്, അശരണരോ അവശരോ അബലരോ ആയി പോയതുകൊണ്ട് ഒരു മനുഷ്യനും അവഗണിക്കപ്പെടരുത് എന്ന്. നമ്മളാൽ അവഗണിക്കപ്പെടുന്ന മനുഷ്യരുടെ നേരെ നമ്മളെ തിരിച്ചു നിർത്തിയിട്ട് ഖുർആൻ പറയുന്നു, കാണൂ, എവിടെയൊക്കെ അടിച്ചമർത്തപ്പെടുന്ന സമൂഹമുണ്ടോ അവിടെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വാക്കുകളായിരുന്നു ഖുർആനിൽ. സ്ത്രീകൾ, നമ്മൾ എന്തെങ്കിലും അവൾക്ക് സ്വന്തമായൊരു വ്യക്തിത്വം കൊടുത്തിട്ടുണ്ടോ? കുട്ടിയാകുമ്പോൾ അവൾ ഇന്നയാളുടെ മകളാണ്, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇന്നയാളുടെ സഹോദരിയാണ്, കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഇന്നയാളുടെ ഭാര്യയാണ്, കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഇന്നയാളുടെ ഉമ്മയുമാണ്. എവിടെയാണ് അവൾക്ക് സ്വന്തമായൊരു വ്യക്തിത്വം നമ്മൾ കൊടുത്തത്? മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്നൊരു കഥ ഓർമ്മിക്കുക. ഒരമ്മ മരിക്കുന്നു, ഭർത്താവും കുട്ടികളും ബാക്കിയാവുന്നു. അമ്മയുടെ കബറടക്കമൊക്കെ കഴിഞ്ഞിട്ട് ആ അച്ഛനും മക്കളും വീട്ടിലേക്ക് തിരിച്ചു വരിക. അച്ഛൻ അടുക്കളയെ കുറിച്ച് ഒന്നും അറിയില്ല, അടുക്കളയുടെ ഒരു കാര്യം അറിയില്ല, എവിടെ എന്ത് വെച്ചിരിക്കണോ ഒന്നും അറിയില്ല. അടുക്കളയിലേക്ക് വന്ന് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് പാത്രം തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് അവൾ ഒരുക്കി വെച്ച നെയ്പായസം. ഈ ലോകത്തേക്ക് അവസാനമായി അവൾ ഒരുക്കി വെച്ച അവളുടെ ധർമ്മം നെയ്പായസം. ആ പായസം മക്കൾക്ക് വിളമ്പി കൊടുക്കുന്നു. അത് കുടിച്ചിട്ട് അച്ഛനും മക്കളും പറയുന്നു, അമ്മ എന്ത് വെച്ചാലും നല്ല രുചിയാണല്ലേ. ജീവിച്ചിരുന്നപ്പോൾ എന്തെങ്കിലും അവളോട് പറഞ്ഞിരുന്നു? അത് ജീവിച്ചിരുന്നപ്പോൾ ഒരു നല്ല വാക്ക് അവൾ വെച്ചതിനെ കുറിച്ച്, അവൾ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വീട്ടിലെ എല്ലാ ജോലികൾ ചെയ്താലും ചെയ്യാത്തതിനെ കുറിച്ചല്ലേ നമ്മൾ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. എവിടെയാണ് നമ്മൾ അവൾക്ക് കൊടുത്ത വ്യക്തിത്വം? അവിടെയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിന്റെ മുകളിൽ നിൽക്കുന്നത്. ഒരിക്കലും ആയിഷ മുഹമ്മദ് ആയിരുന്നില്ല, എന്നും ആയിഷ ബിൻത് അബീ ബക്കർ തന്നെയായിരുന്നു. സ്വന്തവും സ്വതന്ത്രവുമായ ഒരു വ്യക്തിത്വത്തിലേക്ക്, വ്യക്തിത്വാവബോധത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ചെറിയ പ്രായത്തിലാണ്. ആ പ്രായത്തിന്റെ കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. ശരി, എന്തായിരുന്നാലും ചെറിയ പ്രായത്തില്ല, മറ്റുള്ള ഭാര്യമാരെ അപേക്ഷിച്ച്. എന്നിട്ടോ റസൂലിന്റെ കൂടെ ജീവിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ആരായി തീർന്നു? പ്രതിഭയായി തീർന്നു, വിഖ്യാതയായ ഒരു കവയത്രിയായി തീർന്നു, എത്രയോ കണക്കിന് ശിഷ്യഗണങ്ങളുടെ പ്രിയങ്കരിയായ ഗുരുനാഥയായി തീർന്നു, 2000-ലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതയായി തീർന്നു. റസൂലിന്റെ കൂടെ ജീവിച്ചവര് വളരുകയായിരുന്നു, അവരുടെ ചിറകുകൾ അരിയുകയായിരുന്നില്ല. കല്യാണത്തോടുകൂടി പഠനം മുടങ്ങി എത്ര പെൺകുട്ടികളുണ്ടാവും നമ്മുടെ നാട്ടിൽ? മിടുക്കികളായ പെൺകുട്ടികൾ. കല്യാണമായിരുന്നു പലതിനും അവർക്ക് ഫുൾ സ്റ്റോപ്പ്. അവരുടെ നല്ല ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടാവും. കുടുംബ ബന്ധത്തിൽ പോലും കുടുംബ ബന്ധത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ പോലും പലപ്പോഴും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ശരി, നമ്മൾ എപ്പോഴാണ് അവൾക്ക് സ്വന്തവും സ്വതന്ത്രവുമായ ഒരു വ്യക്തിത്വം കൊടുക്കുന്നത്? സൂചിപ്പിച്ചത്, നമ്മളാൽ അവഗണിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരുടെ നേരെയും നമ്മളെ തിരിച്ചു നിർത്തിയിട്ട് ഖുർആൻ പറയുന്നുണ്ട്, കാണൂ, അവരെ സ്നേഹിക്കൂ, അവരെ പരിഗണിക്കൂ. അതിലെല്ലാവരും ഉണ്ട്. രോഗികളെ കാണാൻ പറയുന്നു. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ആരോടെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും റിലേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. വളരെ അടുത്ത കാലത്ത് വായിച്ചൊരു പഠനമുണ്ട്, ഒരു നാഷണൽ ജോഗ്രഫി മാഗസിനിൽ വന്നതാണ്. എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളെ കുറിച്ചുള്ളൊരു പഠനം നടന്നതാണ്. എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ആളുകളെ കുറിച്ച്. അതാരാണ്? ആ പഠനത്തിന്റെ നിഗമനം ഇതാണ്, ചുരുക്കി പറഞ്ഞാൽ
എന്തിനോടെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സന്തോഷം നിലനിർത്താൻ കഴിയും. എന്തിനോടും ആവാം, മനുഷ്യനോട് എന്നുള്ളത് മാത്രമല്ല, മണ്ണിനോട്, ചെടികളോട്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളോടും എന്തെങ്കിലും തരത്തിൽ റിലേറ്റഡ് ആയിട്ട് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് സന്തോഷം നിലനിർത്താൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടാണ് ആ ജീവിത വൃത്തി നമുക്ക് പറഞ്ഞു തന്നുള്ളത്. റസൂലിന്റെ ഒരു ദിവസത്തെ കർമ്മങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കൂ നിങ്ങൾ. എല്ലാരോടും റിലേറ്റഡ് ആയിരുന്നു. രോഗികളെ ചെന്ന് കാണുന്നു, എന്നിട്ട് അവിടെ ഇങ്ങനെ കൈകെട്ടിട്ട് നിൽക്കുകയല്ല റസൂൽ ചെയ്യുന്നത്, അവിടെ ശുശ്രൂഷിക്കുകയാണ്. സിയാറത്തുൽ മരീദ് എന്നല്ല ഹദീസിലെ പ്രയോഗം, പിന്നെയോ ഇയാദത്തുൽ മരീദ് എന്നാണ്. ഇയാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുശ്രൂഷ എന്നാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ രോഗിക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കലാണ്. അതാണ് ഇയാദത്ത്. നമ്മുടെ ജീവിതത്തിലെ ഈ തിരക്കിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഖുതുബക്ക് പോകുന്ന ഒരാളാണ്. നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ചാലും പോയേ പറ്റുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബക്ക് പോകുന്നു. അതെത്ര വലിയൊരു കാര്യമാണോ? അതൊരു വലിയ കാര്യമൊന്നുമല്ല. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ പറയുന്നുണ്ടോ എന്നതല്ല, വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ളൊരു ശനിയാഴ്ച ഒരു രോഗിയെങ്കിലും സന്ദർശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പാവപ്പെട്ടവന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് കാര്യം. ഒരു മനുഷ്യന്റെ കണ്ണീരിനെങ്കിലും പകരമാകുന്നുണ്ടോ നമ്മുടെ സാന്നിധ്യം, ജീവിതം എന്നതാണ് കാര്യം. അങ്ങനെ റിലേറ്റഡ് ആയി ജീവിക്കുക എന്നതിന് വലിയ പ്രാധാന്യം പറയുന്നു. രോഗികളെ തൊടുന്നു റസൂൽ. അങ്ങനെയാണ് റസൂൽ ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവരുടെ കൈകൾ തൊടുന്നു, അവരുടെ തലോട് തൊടുന്നിട്ട് ചോദിക്കുന്നു അവരുടെ കാര്യങ്ങളൊക്കെ. ഈ ടച്ച് ചെയ്യാന്നുള്ളതിന് വലിയ പ്രാധാന്യമുള്ളൊരു ദീനാണ് നമ്മുടെ ദീന്. സലാം പറഞ്ഞാൽ പോരാ, കൈ കൊടുക്കണം, ടച്ച് ചെയ്യണം. കാരണം പലതരത്തിൽ ഒരാൾ മറ്റൊരാളായിട്ട് ടച്ച് ചെയ്യുമ്പോൾ പല ട്രാൻസാക്ഷനും അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഉപ്പയെ ഒന്ന് തൊട്ടിട്ട് എത്ര കാലമായിരിക്കും? ഉമ്മയെ ഒന്ന് ഉമ്മ വെച്ചിട്ട്, പെങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, മകളെ ഒന്ന് ഉമ്മ വെച്ചിട്ട്, മോനോടൊന്ന് സലാം പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലമായിരിക്കും? തൊടാൻ മടിയുള്ള മനുഷ്യന്മാരാണ്, ഒന്ന് ചേർത്ത് പിടിക്കാൻ മടിയുള്ള മനുഷ്യന്മാരാണ്. എവിടെയാണ് നമ്മുടെ ഇടയിൽ അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്? അപ്പൊ മനുഷ്യനെ ഒന്നുകൂടി വിശാലമായ ഒരു മനസ്സോടുകൂടി കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. ഇന്നത് വലിയ അപകടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരാളെ കണ്ടൂടാ. വലിയ മാനവികതയൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ എത്രയോ ആളുകളോട് പിണങ്ങി ജീവിക്കുന്നുണ്ടാവും. ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരോട് വിദ്വേഷമാണ്. അത് ആശയങ്ങളുടെ കാര്യത്തിലാവാം, സംഘടനാ തലത്തിലാവാം, എന്തും ആവാം. പ്രകൃതി ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരാള് അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടമുണ്ട്. ശരി, അവർക്ക് മാംസാഹാരം കഴിക്കുന്നവരെ കണ്ടുകൂടാ. അവരെ എന്തൊരു അന്യജീവിയെ പോലെയാണ്, വളരെ ഒരു മോശം രീതിയിലാണ് അവർ കാണുന്നത്. വലിയ മാനവികത പ്രസംഗിക്കുന്നവർക്ക് എന്തായിരിക്കും? എന്നാൽ അവരുടെ അഭിപ്രായം ഇല്ലാത്ത ഒരാൾ അങ്ങോട്ട് വന്നാൽ അവർക്ക് അയാളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. എവിടെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന അവസരങ്ങളില്ലാതെ പോകുന്നത്? വലഖദ് കറംനാ ബനി ആദം. പിന്നെയും പിന്നെയും നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. അത് വലഖദ് കറംനാ ബനി ആദം. എല്ലാ മനുഷ്യനെയും ഉദാരമായ ആദരവോടുകൂടി കാണുന്ന ഒരവസ്ഥയിലേക്ക് വളർന്നേ പറ്റൂ. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്, ഇസ്ലാം പറയുന്നത്. ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങളുണ്ട്. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. എല്ലാ മണ്ണും ഒരുപോലെയാണോ? എല്ലാ മണ്ണും ഒരുപോലെ അല്ലല്ലോ. മണ്ണിന് എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. മണ്ണിൽ എന്തെല്ലാം ഋതുക്കൾ മാറി വരുന്നുണ്ട്. ഇപ്പൊ ചൂടാണ്, കുറച്ചു കഴിഞ്ഞാൽ മഴയാണ്, വേലിയേറ്റമുണ്ട്, വേലിയിറക്കമുണ്ട്, വസന്തമുണ്ട്, ഗ്രീഷ്മമുണ്ട്, ശിശിരമുണ്ട്, എന്തെല്ലാം മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനിൽ ഉണ്ടാവില്ലേ? സ്വഭാവങ്ങളിൽ ഉണ്ടാവില്ലേ? കാഴ്ചപ്പാടുകളിൽ ഉണ്ടാവും. അതെത്ര ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അത്രയും ഉന്നതമായ ആഹ്ലാദകരമായ ഒരു ജീവിതത്തിലേക്ക് അയാൾ എത്തും, ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് എത്തും. അപ്പൊ അയാൾക്ക് മനുഷ്യന്മാർക്ക് പുറത്തെടുക്കാൻ പറ്റും, മനുഷ്യന്മാരെ സ്നേഹിക്കാനും പറ്റും. മരിച്ചാലും ഞാൻ മറക്കൂല എന്ന് പറയില്ല, ഞാൻ പൊറുക്കൂല എന്ന് പറയില്ല. അയാൾ പറയൂലത്. എല്ലാ മനുഷ്യനെയും അയാളുടേതായ സ്വാഭാവികതയിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂല.
നിങ്ങൾ എന്നെ എന്നെങ്കിലും ഒരിക്കലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ആരോടായിരിക്കും? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരോടായിരിക്കും. നീ എന്നെ എന്നെങ്കിലും ഒരിക്കലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ആരോടായിരിക്കും? നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവരോടായിരിക്കും. മനുഷ്യന്റെ സ്വാഭാവികതകളെയും മനുഷ്യന്റെ പ്രകൃതിയെയും ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്, വലായ യസാലൂന മുഖ്തലിഫീൻ എന്ന് പറയുന്നത്. വൈവിധ്യങ്ങളെ അത്രമേൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറയും. ശരി, നമ്മളത് പറഞ്ഞു വന്നത് ഇതിനാണ്. മനുഷ്യനോട് പൊറുക്കാനും മനുഷ്യന് മാപ്പ് നൽകാനും മനുഷ്യനെ ഉൾക്കൊള്ളാൻ അപ്പോഴേ പറ്റൂ. ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട്. അവളുടെ അമ്മ മരിക്കുന്നു. അമ്മ മരിച്ചതോടുകൂടി ഇവള് വല്ലാത്തൊരു വിഷാദ രോഗത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നു. സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ സൈക്കോളജിസ്റ്റ് അവൾക്ക് കൊടുത്ത ഒരു മെഡിക്കൽ ഹെൽപ്പ് അവളോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ആളുകൾക്കും കത്തുകൾ എഴുതാം. അമ്മ രോഗിയായി കിടന്നപ്പോൾ കാണാൻ വന്ന ആളുകൾ, അമ്മ മരിച്ചപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിച്ച ആളുകൾ, ഈ ആളുകൾക്കൊക്കെ നിങ്ങളൊരു കത്ത് എഴുതുക, താങ്കിങ് ലെറ്റർ, നന്ദി പറഞ്ഞിട്ടൊരു കത്ത് എഴുതുക. അവൾ ആ കത്ത് എഴുതാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസമായി, അവൾക്ക് വല്ലാത്തൊരു സന്തോഷമായി. അങ്ങനെ ആ കത്തുകളൊക്കെ അവൾ എഴുതി, അതിലൊക്കെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് അത് പാക്ക് ചെയ്ത് അവളുടെ ഭർത്താവിനെ ഏൽപ്പിച്ചു. ഭർത്താവിനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതെന്ന്. അദ്ദേഹം ജോഗിങ്ങിന് പോണ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ബാഗുണ്ട്, ആ ബാഗിൽ അദ്ദേഹം വെച്ചു. കുറെ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം അവൾ ആ ബാഗ് കാണുന്നു. ആ ബാഗ് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. തുറന്നു നോക്കിയപ്പോൾ ആ കത്തുകളാണ്. അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അവളത് എത്ര വേദനിപ്പിക്കും. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഭർത്താവ് അങ്ങോട്ട് കയറി വരുന്നത്. അയാളുമാകെ തകർന്നു പോയി. അദ്ദേഹം മറന്നുപോയതാണ്. അത് പോസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, മറവി സംഭവിച്ചതാണ്. അവൾ എന്ത് ചെയ്യണം? അവളെ കൂടുതൽ തകർച്ചയിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ മറന്നുപോയതാണ്. നമുക്കിതെല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാം, ഇനി പോസ്റ്റ് ചെയ്യണ്ട, ഈ അഡ്രസ്സിലുള്ള എല്ലാ ആളുകൾക്കും കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കരഞ്ഞു. ആ കരച്ചിലിൽ അവൾ കരഞ്ഞു. അവൾ പുറത്തു കൊടുക്കുന്നു. ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ മനസ്സിൽ മുറിവായി തീരേണ്ട ഇങ്ങനെ എത്രയെത്ര മുറിവുകളാണ് ഒരു ചെറിയ വാക്കുകൊണ്ട്, ഒരു നല്ല വാക്കുകൊണ്ട്, ഒരു ചെറു പുഞ്ചിരി കൊണ്ട് തീരേണ്ട എത്ര പിണക്കങ്ങളായിരിക്കും മനസ്സിൽ ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവുക. അത് സാരല്ലടാ എന്ന് നമ്മളെന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടാവും. നമ്മുടെ ഇണകളിൽ ഉണ്ടാവില്ലേ, കുട്ടികളിൽ ഉണ്ടാവില്ലേ, കുടുംബങ്ങളിൽ ഉണ്ടാവില്ലേ, നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാവില്ലേ, ഒരു മഹലിൽ ഉണ്ടാവില്ലേ, അത് സാരല്ലടാ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകൾ എത്ര കാലമായിട്ടുണ്ടാവും എന്നറിയോ. സോറി സോറി എന്ന് പറയുന്നത് നമ്മളെ പിന്നാലെ നടക്കുന്നുണ്ടാവും. പുറത്തു കൊടുക്കില്ല മനുഷ്യൻ. ഒരു ഗോത്രത്തലവന്റെ കഥ വായിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് ആര് വന്ന് അഭയം ചോദിച്ചാലും അദ്ദേഹം അഭയം കൊടുക്കും. അപ്പൊ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനോട് വന്നിട്ട് അഭയം വേണമെന്ന് പറയുന്നു. അദ്ദേഹം അഭയം കൊടുക്കുന്നു. അപ്പൊ കുറെ ആളുകൾ ഇവനെ തെരഞ്ഞു വരുന്നു, അവനെ ഞങ്ങൾക്ക് വിട്ടു തരണോ? അവര് പറഞ്ഞു വിട്ടു തരൂല. അദ്ദേഹം പറഞ്ഞു വിട്ടു തരൂല, എന്റെ വീട്ടിൽ അഭയം തേടിയ ഒരാള് ഞാൻ നിങ്ങൾക്ക് തരൂല. അപ്പൊ അവര് പറഞ്ഞു, അതാരാന്നറിയോ? ഒരു കൊലയാളിയാണ് അവൻ. ഒരു കൊലയാളിയാണ് നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത്, അവിടെ ഞങ്ങൾക്ക് വേണം. അദ്ദേഹം പറഞ്ഞു, കൊലയാളിയാണോ? എന്നാലും ഞാൻ വിട്ടു തരൂല. അവസാനം ഇവര് പറഞ്ഞു, അയാൾ ആരെയാണ് കൊന്നത് നിങ്ങൾക്കറിയോ? അതറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അയാളെ നിങ്ങളുടെ വീട്ടിൽ സംരക്ഷിക്കൂല. ആരെയാണ് കൊന്നത്? നിങ്ങളുടെ ഒരേ ഒരു പേരക്കുട്ടിയെയാണ് കൊന്നതെന്ന്. എന്റെ പേരക്കുട്ടിയെ? അയാൾ ആകെ തകർന്നു പോകുന്നു. അയാൾക്കൊന്നും ചോദിക്കാനോ പിന്നൊന്നും പറയാനോ ഇല്ല. അയാൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇവര് പറഞ്ഞു, ശരിയാണോ, നീ എന്റെ പേരക്കുട്ടിയെ കൊന്നോ? അവൻ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു പോയി, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. അദ്ദേഹം കരഞ്ഞു. കരഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ പാവം മനുഷ്യൻ പറഞ്ഞു, നീ എന്റെ പേരക്കുട്ടിയെ കൊന്നെങ്കിൽ ഇനി നീയാണ് എന്റെ പേരക്കുട്ടി. നീ എന്റെ പേരക്കുട്ടിയെ കൊന്നെങ്കിൽ ഇനി നീയാണ് എന്റെ പേരക്കുട്ടി. മാപ്പ് കൊടുക്കുമ്പോൾ മഹത്വത്തിന്റെ ഉയരങ്ങളിലേക്ക് മനുഷ്യരെത്തുന്നു. മാപ്പ് കൊടുക്കുമ്പോൾ മഹത്വത്തിന്റെ ഉയരങ്ങളിലേക്ക് മനുഷ്യരെത്തുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യന്റെ വൈവിധ്യങ്ങളെയും സ്വഭാവ വ്യത്യാസങ്ങളെയും പല നേരങ്ങളിലെ പല മനസ്സിനെയും ഉൾക്കൊള്ളാൻ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നത്. ഓരോ നേരത്തും ഓരോ മനുഷ്യനും ഓരോ മനസ്സാണ്. അതൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ, ആ മനസ്സിന്റെ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയാൽ എന്ത് എളുപ്പമായിരിക്കും ഈ ജീവിതം.
എത്ര ആനന്ദകരമായിരിക്കും മനസ്സ്. ഒരാളുടെ ഒരു പിണക്കം ഉണ്ടാവില്ലല്ലോ, ഒരാളുടെ ഒരു ശത്രുതയും നമ്മുടെ മനസ്സിലുണ്ടാവില്ലല്ലോ. മേഘമൊഴിഞ്ഞ മനസ്സായിരിക്കും. ഒരു സ്വഹാബിയെ കുറിച്ച് റസൂല് പറഞ്ഞതാ, അദ്ദേഹം സ്വർഗത്തിലാണ്. സ്വഹാബികൾക്കൊക്കെ ആകാംക്ഷയായി അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ച കാര്യം എന്താണ്? ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞയച്ചു എന്ന് പറയും, അംബർ എന്ന് പറഞ്ഞ സ്വഹാബിയെ. അദ്ദേഹത്തിന്റെ കൂടെ 3 ദിവസം താമസിച്ചു. വേറെ ആരും ചെയ്യാത്തത് എന്തോ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഒന്നും ചെയ്യണത് കാണുന്നില്ല, പ്രത്യേകിച്ചൊന്നും. അവസാനം അദ്ദേഹം ചോദിച്ചു, എന്താണ് ഞങ്ങളൊന്നും ചെയ്യാത്ത വല്ല കാര്യവും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അദ്ദേഹം ഒരുപാട് നേരം ആലോചിച്ചിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ മനസ്സിൽ ഒരാളോട് ശത്രുതയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. ഒരാളെ കുറിച്ചും എൻ്റെ മനസ്സിലൊരു ശത്രുതല്ല. അതാണ് അദ്ദേഹം പറയുന്നത്. സ്വഹാബികൾ റസൂലിനോട് ചോദിക്കുന്നത്, റസൂലെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചതിന്റെ കാരണം അതാണോ? റസൂല് പറയണോ അതല്ലാതെ മറ്റെന്താണ്? ആലോചിക്കണം. ഒരു 5 പൈസയുടെ ചെലവില്ലാത്ത കാര്യമാണ്. ഒരു മനുഷ്യനോടും വെറുപ്പില്ല, ഒരു മനുഷ്യനോടും വെറുപ്പില്ല. എല്ലാ മനുഷ്യനോടും സ്നേഹം മാത്രം. നമ്മളെ പിണക്കിയവരുണ്ട്, പക്ഷെ നമുക്ക് പിണക്കില്ല. നമ്മളെ പറ്റിച്ചവരുണ്ട്, പക്ഷെ നമ്മൾ അവരെ പറ്റിക്കുന്നില്ല. നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞു വരുത്തിയിട്ടുണ്ട്, നമുക്കറിയാം അതാരാണ് എന്നും അറിയാം. പക്ഷെ നമ്മുടെ നാവ് കൊണ്ട് അവർക്കെതിരെ ഒരു വാക്കില്ല. നമ്മളെക്കുറിച്ച് പലതും അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്, അതൊക്കെ ആരാ നമുക്കറിയാം. പക്ഷെ നമ്മൾ കാരണം അയാൾക്കെതിരെ ഒരു വാക്കുമില്ല. നമ്മൾ പറ്റിക്കപ്പെടുമ്പോഴും പറ്റിക്കാതെ, നമ്മൾ ചതിക്കപ്പെടുമ്പോഴും ചതിക്കാതെ, നമ്മൾ കുറ്റപ്പെടുത്തപ്പെടുമ്പോഴും കുറ്റപ്പെടുത്താതെ. എത്ര കൃത്യമാണ് ആ ജീവിതം. നോമ്പ് വരുന്നു. റമദാൻ ഒരു ശുദ്ധികാലമാണ്. അറബികൾ പെട്ടെന്ന് പെയ്യുന്ന മഴയ്ക്ക് റമദ് എന്ന് പറയാറുണ്ട്. റമദാനും ഒരു മഴയാണ്. ഒരു മഴ പെയ്താൽ എല്ലാ ഇലകളിലെ ചെളിയും ഇങ്ങനെ പോകുന്നത് കാണാം. ഇതുപോലെ റമദാനിന്റെ മഴ കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ഒരു നല്ല വിത്ത് കുഴിച്ചിടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാറുള്ളത് അവിടെയുള്ള കളകളെ ഇല്ലാതാക്കലാണ്. കളകൾ ഉണ്ടെങ്കിൽ വിത്ത് കുഴിച്ചിട്ടിട്ട് കാര്യമില്ല. ഒരു ഗ്ലാസ്സിൽ നല്ല വെള്ളം നിറക്കണമെങ്കിൽ ഉള്ള വെള്ളം കളയണം, ഉള്ള മാലിന്യം എടുത്ത് ഒഴിവാക്കണം. മാലിന്യമുള്ള ഒരു ഗ്ലാസ്സിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ